സമാധാനമില്ല. ജീവിതത്തിൽ സമാധാനം എന്ന് പറഞ്ഞ സാധനമില്ല. ഓരോ പ്രശ്നങ്ങൾ ഒന്ന് കഴിയുമ്പോൾ പ്രശ്നങ്ങൾ മാത്രമാണ്. 5 നേരവും പടച്ചോന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നുണ്ട്. രാത്രിയിൽ എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് എഴുന്നേറ്റിങ്ങാണ്ട് തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ട്. അള്ളാന്റെ മുമ്പിൽ സുജൂദ് ചെയ്തുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്, ദുആ ചെയ്യുന്നുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്. എന്നിട്ടും പടച്ചോൻ സമാധാനം തരുന്നില്ല. അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരോട് നിനക്ക് ഹൈറായത് പടച്ചോന് ഹൈറായ സമയത്തേ തരുള്ളൂ. നിനക്ക് ഇപ്പം അതിനോട് ഹൈറാണെന്നുള്ളൊരു തോന്നൽ നിന്റെ മനസ്സിലുണ്ടാവും, പടച്ചോനെ എനിക്ക് ഇപ്പം ഇതാണ് വേണ്ടിയതെന്നുള്ളത്. പക്ഷെ പടച്ചോനിക്ക് അറിയാം നിനക്കത് എപ്പം തരണം എപ്പം തരണ്ട എന്നുള്ളത്. നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് നിന്റെ സങ്കടങ്ങളാണ്. ഈ സങ്കടങ്ങൾ ഇങ്ങനെ പൊഴിഞ്ഞു പോകും. ഇത് നിന്റെ മനസ്സിന്റെ ഉറപ്പില്ലാത്തൊരു ഭാഗമാണ്. എന്ത് വന്നു കഴിഞ്ഞാലും ഭയങ്കര വിഷമം, സങ്കടം, വേജാറൊക്കെ ഇതും പൊഴിഞ്ഞു പോകും. അങ്ങനെ ഈ സാധനം വരും. എന്തിനോട് നിനക്ക് ഭയങ്കര ഭയമായിരിക്കും. ഈ ഭയവും ഇങ്ങനെ പൊഴിഞ്ഞു പോകും. ഇതൊക്കെ പൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് ഹൈറായ സമയത്ത് പടച്ചോനിതാ ഈ പൂ പോലെ വിടർന്നു നിൽക്കുന്ന ഒരു പുഞ്ചിരി നിന്റെ ചുണ്ടിൽ തരും. അതിന് വേണ്ടിയിട്ട് നീ കാത്തിരിക്കണം. എടാ, ഒന്നും പടച്ചോൻ ചോദിച്ചിട്ട് തരുന്നില്ല എന്നുള്ളൊരു ചിന്ത ഉണ്ടെന്നുണ്ടെങ്കിൽ ഹൈറല്ലാത്ത സമയമാണത്. പടച്ചോനോട് ചോദിക്ക്. നീ ചോദിച്ചുകൊണ്ടിക്ക്. ഖുർആനിൽ ഓരോ ആയത്തുകളായിട്ട് ഇങ്ങനെ എടുത്തു പറയുന്നില്ല, ഫഇന്ന മഅൽ ഉസ്രി യുസ്റ. നീ ചോദിക്ക്. വലിയൊരു കയറ്റം നീ കാണുന്നില്ലേ, അതിനൊരു ഇറക്കുണ്ടാവും. ഈ ഇറക്കം നീ ഇറങ്ങി പോകുന്ന സമയത്ത് നീ വിചാരിക്കും ലൈഫ് മൊത്തം പോയി, ഇനി ഒന്നും മുന്നോട്ടില്ല എന്നുള്ളത്. പക്ഷെ പടച്ചോൻ വലിയൊരു കയറ്റം മുമ്പിൽ കണ്ടുവച്ചിട്ടുണ്ട്. ആ കയറ്റം കയറി കഴിഞ്ഞാൽ നിന്റെ പുഞ്ചിരി വിദൂരല്ല, പടച്ചോൻ തരും. ചോദിച്ചോ, സങ്കടപ്പെടണ്ട. ഇന്ന് തരൂല, പക്ഷെ ചിലപ്പോൾ നാളോ മറ്റന്നാളോ പടച്ചോൻ തരും. തേടിയും കൊണ്ട് നിൽക്ക്, ചോദിച്ചുകൊണ്ട് നിൽക്ക്.